നിങ്ങൾക്ക് റീൽസ് നോക്കാതെ ഭക്ഷണം കഴിക്കാനാവുന്നില്ലേ? ബോറടിച്ചാൽ ഉടനെ ഫോണിനായിട്ട് പരതാറുണ്ടോ? എങ്കിലും ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഫബ്ബിംഗ് ആണ്. ഫോണില്ലാത്തൊരു ജീവിതം ഇന്ന് നമുക്ക് ആലോചിക്കാനാവില്ല. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നാലുടൻ ഫോൺ തപ്പി നോക്കുന്നവരാണ് നമ്മളിൽ പലരും. ടോയ്ലറ്റിൽ, തീൻമേശയിൽ, ബെഡ്റൂമിൽ എല്ലാം ഒരു കയ്യിൽ നമുക്ക് ഫോൺ വേണം. എന്നാൽ ഈ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? എങ്കിൽ വിശ്വസിച്ചോളൂ, ഇത് സത്യമാണ്. സ്വന്തം ഫോണിലോ മറ്റു മൊബൈൽ ഉപകരണത്തിലോ ശ്രദ്ധിക്കാൻ വേണ്ടി കൂട്ടുകാരെയോ പങ്കാളിയെയോ അവഗണിക്കുന്ന രീതിയാണ് ഫബ്ബിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ ഫോണുകളെയും ഇൻ്റർനെറ്റിനെയും നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് ഫബ്ബിംഗ്. 2012 മുതൽ നിലവിലുള്ള ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് മക്കാൻ എന്ന പരസ്യ ഏജൻസിയാണ്. ഫബ്ബിംഗ് ചെയ്യുന്നയാൾ കൂടെയുള്ള ആളുകളെ അവഗണിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇത് മാനസിക അകലം, സംഘർഷം എന്നിവയ്ക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഫോണുകളുടെ പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഫബ്ബിംഗ് കൂടുന്നതിൽ അതിശയപ്പെടാനൊന്നുമില്ല. ഫബ്ബിംഗ് എന്ന സംസ്കാരത്തെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാക്കാനും ഫോൺ ഉപയോഗം കുറയ്ക്കാനും മക്കാൻ ഗ്രൂപ്പ് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരുന്നു. ഫബ്ബിംഗ് റൊമാൻറ്റിക് ബന്ധങ്ങളിൽ മാത്രം സംഭവിക്കുന്നതല്ല. കുടുംബ സംഗമങ്ങൾ മുതൽ പ്രൊഫഷണൽ മീറ്റിങ്ങുകൾ വരെ ഏത് സാമൂഹിക സാഹചര്യത്തിലും ഇത് സംഭവിക്കാം. സ്മാർട്ട് ഫോൺ അടിമത്തം, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, സോഷ്യൽ മീഡിയയുടെ വ്യാപക ഉപയോഗം തുടങ്ങിയവ ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്നു. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ അവരുടെ മാനസിക അസ്വസ്ഥത മറയ്ക്കുന്നതിനായി ഫോണിലേക്ക് ശ്രദ്ധ തിരിക്കാറുണ്ട്. അതുപോലെ ചിലർ ദുർബലമായ സാമൂഹിക ആശയവിനിമയം മറികടക്കാനാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ചിലർക്കത് വെറുതെ ഒരു ശീലമാകാം. ബോറടി ഒഴിവാക്കാനോ അപ്രിയമായ സംഭാഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ അവർ ഫോണിൽ നോക്കിയിരിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള ഫോൺ അഡിക്ഷൻ വ്യക്തികളെ മാനസികമായിട്ടും ബാധിച്ചേക്കാം. മുഖാമുഖമുള്ള സംവാദങ്ങൾ കുറയുന്നതിനാൽ ഒറ്റപ്പെടലും നിരാശയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠനങ്ങൾ പ്രകാരം ഫബ്ബിംഗ് ഡിപ്രഷനും ആങ്സൈറ്റിയും ഉള്ളവരെയും കൂടുതൽ ബാധിച്ചേക്കാം. ഫബ്ബിംഗ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാക്കുകയും ബന്ധങ്ങളിൽ അകലമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫബ്ബിംഗ് അനുഭവിക്കുന്ന വ്യക്തിക്ക് അവഗണിക്കുന്നതായോ അപമാനിക്കപ്പെടുന്നതായോ തോന്നാം. ഫബ്ബിംഗ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് അതിനെ തടയാനുള്ള ആദ്യ ഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഫബ്ബിംഗ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില സൂചനകൾ ഇവയാണ്: വ്യക്തിബന്ധങ്ങളെക്കാൾ ഫോണിന് അമിത പ്രാധാന്യം നൽകുക, പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുക, യഥാർത്ഥ ജീവിത പരിസ്ഥിതിയെ നേരിടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവയിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് എന്നിവയൊക്കെയും ഫബ്ബിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ പ്രവണതയുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും നിങ്ങളുടെ ഫോൺ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ശീലങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഫബ്ബിംഗ് നിർഭാഗ്യകരമായ പല പ്രശ്നങ്ങളും നിത്യജീവിതത്തിൽ ഉണ്ടാക്കും. വളരെ അടുപ്പമുള്ളവർ പോലും മാനസികമായിട്ട് ഏറെ അകന്നു പോകും. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ അവഗണനയും മടുപ്പും അനുഭവപ്പെടുക എന്നിവ ഫബ്ബിംഗ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇവയെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ഫബ്ബിംഗ് കുറയ്ക്കുന്നതിനായി തക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ പ്രായോഗികമല്ലതാനും. പക്ഷേ ഫബ്ബിംഗ് ഒഴിവാക്കി ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്. അതിനാൽ വ്യക്തി ജീവിതത്തിൽ ഡിജിറ്റൽ ജീവിതത്തിനേക്കാൾ മുൻഗണന നൽകാനായിട്ട് തയ്യാറാകണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒന്നുകിൽ നമ്മുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഈ ഫബ്ബിംഗ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരം കാണാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിനെയും അല്ലാതെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിനും ഇത് അത്യാവശ്യമാണ്.